ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ മുട്ടക്കറി. നമ്മളിത് ഹോട്ടലിലൊക്കെ പോയാലാണ് ഇതുപോലുള്ള കറി കിട്ടുന്നത്. പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നല്ല കുറുകിയ ഗ്രേവിയുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കാം. നമ്മുടെ കൈകളിലുള്ള ചേരുവകൾ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമുക്ക് കൊതിയൂറും ഈ മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ കൈകളിലുള്ള ഒരു ചെറിയ കുക്കർ എടുക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് കൂടുതൽ എണ്ണ ചേർത്താലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയുടെ അളവ് കുറച്ചെടുക്കാം. നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും നീളത്തിലരിഞ്ഞ സവാളയും ചേർക്കുക. ഞാനൊരു 4 മീഡിയം സവാളയാണ് ചേർത്തിരിക്കുന്നത്. 3 മുട്ടയ്ക്കുള്ള ഗ്രേവിയാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഇനി പച്ചമുളകാണ് ചേർക്കേണ്ടത്. അത് എരിവിലുള്ള പച്ചമുളക് ചേർക്കുക. എരിവ് കുറവുള്ള പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർത്താൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. സവാളയുടെ നിറം മാറേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടിയാൽ മതിയാകും. ഇതുപോലെ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വഴന്ന് കിട്ടണം. ഇപ്പം ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ നാടൻ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും മസാലപ്പൊടികളാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മീഡിയം തക്കാളി ആണെങ്കിൽ ഒരു 1.5 തക്കാളി എടുക്കണം. ഞാനിത് വലിയ തക്കാളി ആയതുകൊണ്ട് 1 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ ഇതുപോലെ കുറുകി വരും. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതിലേക്ക് ഇനി കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നല്ല കുറുകിയ ഗ്രേവി ആയിട്ട് കിട്ടും. കുക്കർ അടച്ച് ലോക്ക് ചെയ്യാം. ലോ ടു മീഡിയം ഹീറ്റിൽ 2 വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചേക്കാം. അതിനുശേഷം സ്റ്റീമെല്ലാം കളഞ്ഞ് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം ഞാൻ ആ സ്റ്റീമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല കൊഴുത്ത് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇനി മുട്ടയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് വേകാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ നോക്കുക. അപ്പോൾ ഈ തിള താറിപ്പോകാതെ ഇരിക്കും. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് ഒന്ന് വരഞ്ഞാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രേവിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിക്കിട്ടും. അതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കാം. അപ്പോൾ മുട്ടയിൽ ഉപ്പും പുളിയും ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ പിടിക്കും. 5 മിനിറ്റിന് ശേഷം തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തക്കാളിയിലെ പുളിയും
എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പഞ്ചസാര ചേർക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ മുട്ടക്കറിയുടെ ഗ്രേവിക്ക് അപാര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കാം. അപ്പോൾ മല്ലിയിലേക്ക് നല്ലതുപോലെ സോഫ്റ്റ് ആവും. ഇപ്പോൾ കൊതിയൂറും മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഉടനെ തന്നെ സെർവ് ചെയ്യരുത്. കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്ത് നോക്കാം. കണ്ടാൽ വായിൽ വെള്ളം ഊറും. അതുപോലത്തെ ഗ്രേവിയാണ് ഇതിൻ്റെ. ടേസ്റ്റ് അപാരമാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ സാധാരണ ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ ഈ രുചിയൂറും മുട്ടക്കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.